ഹലോ ഫ്രണ്ട്സ്, ദി ലാബ് ബിനീത്ത് എന്ന കഥയുടെ അവസാന എപ്പിസോഡിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ കഥ ഇവിടെ തുടങ്ങുകയാണ്. ആഴമേറിയ ഉറക്കത്തിൽ നിന്നും അർജുൻ എഴുന്നേറ്റു. നേരം പുലർന്നിരിക്കുന്നു. ബാബ ഷെഡിലുണ്ട്. അയാൾ രാവിലെ കഴിക്കാനുള്ള പഴങ്ങൾ തിരിഞ്ഞു വയ്ക്കുകയായിരുന്നു. അർജുന് പഴങ്ങൾ കഴിക്കാൻ കൊടുത്തതിന് ശേഷം അയാൾ താഴത്തെ ലാബിലേക്ക് പോയി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ് അയാൾ താഴേക്ക് പോയത്. ആ അവസരം മുതലാക്കി അർജുൻ വേഗം ബാബയുടെ പെട്ടിയിൽ നിന്നും ആ കലണ്ടർ ബുക്ക് എടുത്ത് ഇന്നത്തെ തീയതി നോക്കി. ധൃതിയിൽ തന്നെ അത് അടച്ച് തിരിച്ചു വെച്ചു. എന്നിട്ട് പഴങ്ങൾ കഴിക്കുവാൻ തുടങ്ങി. അവനത് മുഴുവൻ കഴിച്ചില്ല. അല്പം മാത്രം കഴിച്ച് ബാക്കി തൻ്റെ കൂടാരത്തിൽ കൊണ്ടുവച്ചിട്ട് വേഗം തിരിച്ചു വന്നു. അർജുൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കാരണം ഇന്നലെ കലണ്ടർ കാട്ടിയ തീയതി 9 ആയിരുന്നു. ഇന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് മെയ് 11-നാണ്. ഇന്നലെ മുതൽ താൻ കിടന്നുറങ്ങിയത് 2 രാത്രിയും 1 പകലുമാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ അങ്ങനെയാണ്. രാത്രി കഴിക്കുന്ന ഭക്ഷണം താൻ ഉറങ്ങാനുള്ള മരുന്നാണെന്ന് അർജുന് മനസ്സിലായി. എല്ലാ ദിവസവും 2 നേരമാണ് അവന് ബാബ ഭക്ഷണം കൊടുത്തിരുന്നത്, രാവിലെയും വൈകിട്ടും. കടുത്ത വിശപ്പ് കാരണം ആർത്തി പിടിച്ചാണ് അത് കഴിക്കാറുള്ളത്. ആ രാത്രി അർജുൻ ബാബ കൊടുത്ത ഭക്ഷണം കഴിച്ചില്ല. താൻ ഒളിപ്പിച്ചു വെച്ച പഴവർഗ്ഗങ്ങൾ കഴിച്ചു. ബാബ കൊടുത്ത ഭക്ഷണം അവൻ കഴിക്കാൻ കൂടാരത്തിൽ കൊണ്ടുപോയി. ബാബയെ വിശ്വസിപ്പിക്കാൻ അന്ന് കൂടുതൽ വിശപ്പ് അവൻ അഭിനയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉറങ്ങാതെ അർജുൻ ആ രാത്രി തള്ളി നീക്കി. പിറ്റേ ദിവസം രാവിലെ താൻ ഉറങ്ങുന്നതായി നടിച്ചു. ബാബയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചൊരു സംശയം പ്രകടമായില്ല. അവനെ വിളിക്കുകയോ അവൻ എഴുന്നേൽക്കാത്തത് എന്തെന്ന് സംശയിക്കുന്ന തരത്തിൽ ഒരു പെരുമാറ്റവും കണ്ടില്ല. കാരണം അത് തന്നെയായിരുന്നു അയാൾക്ക് വേണ്ടത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബാബ നടന്നു പോകുന്ന കാലൊച്ച അവൻ കേട്ടു. കൂടാരത്തിലെ ഒരു കോണിലെ ചെറിയ ദ്വാരത്തിലൂടെ അർജുൻ നോക്കി. ബാബ ആളാകെ മാറിയിരിക്കുന്നു. നഗരങ്ങളിൽ താമസിക്കുന്ന ഒരാളെപ്പോലെ വസ്ത്രം ധരിച്ച അയാൾ കയ്യിലൊരു ബാഗുമായി ദൂരേക്ക് നടന്നു നീങ്ങി. താൻ ഈ നിഗൂഢ സ്ഥലത്ത് പെട്ടുപോയ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് അർജുൻ പൊട്ടിക്കരഞ്ഞു. ചെന്നായിയുടെ ആക്രമണത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടേനെ. ചെന്നായിയെ ഭയന്ന് ഓടിയ സമയം കയ്യിലുണ്ടായിരുന്ന വാച്ചും ഫോണും ബാഗും എല്ലാം എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. രവിക്കുണ്ടായ അപകടം മൂലമാണ് അവൻ സുഖപ്പെടാതെ തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയിൽ എന്ന അവസ്ഥയിലായിപ്പോയി. തലേദിവസം രാത്രി ഉറങ്ങാതെ കിടന്ന അവൻ അറിയാതെ കിടന്നു മയങ്ങിപ്പോയി. ഉറക്കത്തിലും ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്ന ചിന്ത അർജുനെ അസ്വസ്ഥനാക്കി. അധിക നേരം അങ്ങനെ കിടന്നുറങ്ങാൻ അർജുന് സാധിച്ചില്ല. ബാബ തിരിച്ചു വരാൻ എത്ര നേരം എടുക്കും എന്നവന് അറിയണമായിരുന്നു. ആ കാത്തിരിപ്പ് ഏകദേശം 3-4 മണിക്കൂർ നീണ്ടു. അപ്പോഴേക്കും അയാൾ തിരിച്ചു വന്ന അയാൾ ഷെഡിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അർജുൻ്റെ ചിന്തകൾ മാറി. അവൻ്റെ മുഖത്ത് ഭയം മാറി ധൈര്യം പ്രകടമായി. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ്റെ ധൈര്യം. ബാബ ഒരു ക്രിമിനലാണ്. നല്ലവനാണെങ്കിൽ അയാൾ എങ്ങനെ പെരുമാറില്ല? അയാൾ ഒരു വൃദ്ധനാണ്. അയാളെക്കാൾ ശക്തൻ താൻ തന്നെ. പിന്നെ താൻ എന്തിനു അയാളെ ഭയക്കണം? അയാളെ ഭീഷണിപ്പെടുത്തി സത്യങ്ങൾ മുഴുവൻ പറയിപ്പിക്കണം ഇപ്പോൾ തന്നെ എന്ന് തീരുമാനിച്ച് അർജുൻ അതിവേഗം ഷെഡിലേക്ക് പാഞ്ഞു. ബാബ ഷെഡിലില്ലായിരുന്നു. അവൻ വേഗം തന്നെ താഴെ ലാബിലേക്ക് ചെന്നു. പക്ഷേ അർജുൻ്റെ വേഗത്തിലുള്ള വരവ് പെട്ടെന്ന് നിലച്ചു. മുൻപിൽ ബാബയുടെ ശരീരം നിലത്ത് കിടക്കുന്നു. അർജുൻ അയാളെ പരിശോധിച്ചു. അവൻ ഞെട്ടിപ്പോയി. ബാബ മരിച്ചു കിടക്കുന്നു. അർജുൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെ പോലെയായി. ബാബ മരിച്ചിരിക്കുന്നു. ഇനി രവിയെ ആര് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും? ബാബ മരിച്ചാൽ അതിന് എങ്ങനെ കഴിയാനാണ്? രവിയുടെ ജീവൻ രവിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ബാബയുടെ പരീക്ഷണങ്ങൾ വിജയിക്കണമായിരുന്നു. ഇനി അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ ലാബിൽ എന്താണുള്ളത് എന്ന് പരിശോധിക്കണം. എന്തെങ്കിലും രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാലോ? ഇങ്ങനെ വിചാരിച്ച അർജുൻ ലാബിൽ മുഴുവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എന്നാൽ പുതുതായൊന്നും അവനെ കണ്ടെത്താനായില്ല. അർജുൻ ക്ഷീണിച്ച് നിലത്തിരുന്ന് ദേഷ്യത്തോടെ തറയിൽ കൈകൊണ്ടിടിച്ചു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. മണ്ണിൽ ഇടിക്കുന്ന ശബ്ദമായിരുന്നില്ല അത്. എന്തോ ലോഹത്തിൽ തട്ടിയതുപോലെ ഒരു ശബ്ദം. അർജുൻ അവിടെ പരിശോധിച്ചു. മണ്ണ് നീക്കി നോക്കിയപ്പോൾ അതിനടിയിൽ ലോഹം കൊണ്ടുള്ള ഒരു വാതിൽ പോലെ എന്തോ ഒന്ന്. അവനത് തുറന്നു. ഭയത്തോടെ വീണ്ടും താഴേക്ക് പോകുന്ന ലോഹം കൊണ്ടുള്ള പടികൾ അവൻ കണ്ടു. ലാബിൽ നിന്നും ഒരു മെഴുകുതിരി എടുത്ത് അവൻ താഴേക്കിറങ്ങി. കണ്ട കാഴ്ചകൾ അവന് വിശ്വസിക്കാനായില്ല. ഭയം കൊണ്ട് അവൻ വിറച്ചു. കാരണം വെള്ള തുണിയിൽ പൊതിഞ്ഞ 7 ശവശരീരങ്ങൾ, 7 ജാറുകളിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകങ്ങൾ. ഓരോ ജാറിൻ്റെയും അടുത്ത് ഒരു മനുഷ്യൻ്റെ പേരും അവരുടെ മരണത്തീയതിയും. ഒന്നാമത്തേത് റോബർട്ട്, മരണം 30/1/2023. അടുത്തത് വിക്ടർ, മരണം 4/5/1980. എന്നാൽ അടുത്തയാളുടെ പേര് വിജയൻ, മരണം 1930. അവസാനം കണ്ട കുപ്പിയിലെ വർഷം 1761 ആയിരുന്നു. അർജുൻ വിശ്വസിക്കാനായില്ല.
1761 മരിച്ചയാളുടെ ശരീരം, അയാളുടെ ജീവൻ ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ മെഴുതിരി വെളിച്ചത്തിൽ ഒരു ലോഹം കൊണ്ടുള്ള പെട്ടിയും അർജുൻ കണ്ടു. അത് തുറന്നപ്പോൾ അതിലൊരു ഗ്രന്ഥമുണ്ടായിരുന്നു. ആ ഗ്രന്ഥം അർജുൻ തുറന്നു നോക്കി. ആ ഗ്രന്ഥം മുഴുവൻ അവന് വായിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് വായിച്ചതും അർജുൻ്റെ ശ്വാസം നിലച്ചതുപോലെയായിരുന്നു. ഉറക്കെ മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ ആ തിളയ്ക്കുന്ന കുപ്പികളിലേക്ക് നോക്കി. അതിലൊന്നിൻ്റെ അടപ്പ് ശക്തമായി തെറിച്ചുപോയി. ഉടനെ ആ വെള്ളത്തിൻ്റെ തിള നിലയ്ക്കുകയും അത് ശാന്തമാവുകയും ചെയ്തു. ഇനി 2 മണിക്കൂറുകൾ മാത്രം. അതിനുള്ളിൽ ബാബ ജീവനോടെ എഴുന്നേൽക്കും. ആ കുപ്പിയിൽ നിന്നും പോയ ജീവൻ ബാബയുടെ ദേഹത്തിലേക്കാണ് പോയിരിക്കുന്നത്. 2 മണിക്കൂറുകൾക്കുള്ളിൽ ആ ഗ്രന്ഥം വായിച്ചു മനസ്സിലാക്കണം. അവൻ വേഗം വേഗം അത് വായിക്കുവാൻ തുടങ്ങി. മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു, പെട്ടെന്ന് ദേഷ്യവും. എന്നിട്ട് അർജുൻ വേഗം എല്ലാം പഴയതുപോലെയാക്കി. ഗ്രന്ഥവും പെട്ടിയും ലാബിൻ്റെ വാതിലുകളും. അവൻ അവിടെ നിന്നും വേഗം പോയി കൂടാരത്തിൽ കിടന്നു. പുസ്തകത്തിൽ വായിച്ചത് മുഴുവൻ വീണ്ടും വീണ്ടും ഓർത്തെടുത്തു. അർജുൻ ചിന്തിച്ചു, ഗ്രന്ഥത്തിൽ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഒരാളുടെ ജീവൻ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അത് ഒരു ശരീരത്തിൽ നിന്നും മരിക്കും മുൻപേ വേർതിരിക്കുവാൻ സാധിക്കും. ആ ജീവനെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. മാത്രമല്ല, ഈ ജീവനെ മരിച്ചുപോയ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്കും പ്രവേശിപ്പിക്കാൻ സാധിക്കും. ചിലപ്പോൾ ബാബ സൂക്ഷിച്ചു വെച്ച വർഷങ്ങളോളം പഴക്കമുള്ള ജീവനുകൾ ബാബയ്ക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കാം. ബാബ അങ്ങനെയെങ്കിൽ 300-400 വയസ്സിലേറെ പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അയാൾ എങ്ങനെയൊക്കെയോ ട്രാപ്പിലാകുന്ന ആളുകളെ ഇവിടെ എത്തിച്ച് അവരെ ശുശ്രൂഷിക്കുകയെന്ന വ്യാജേന അവരെ കൊല്ലുകയും അവരുടെ ജീവൻ ശേഖരിച്ചു വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രവിയെ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ല എന്നത് ഉറപ്പാണ്. എന്നെ അയാൾ കൊല്ലാനും സാധ്യതയുണ്ട്. രവിയുടെ ശരീരത്തിൽ കുത്തിവെച്ച മരുന്ന് അവൻ്റെ ജീവനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുവാനുള്ളതായിരുന്നു. ശരീരത്തിൽ പുരട്ടുന്ന മരുന്നിന് ശരീരത്തിലെ അസുഖങ്ങളെ ഭേദമാക്കാനും ഓരോ കോശങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അവയെ സുഖപ്പെടുത്തുവാനുമുള്ള ശക്തിയുണ്ട്. എന്നിട്ട് ഒരു തുണി കൊണ്ട് കവർ ചെയ്യുകയും ചെയ്തു. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ 30 മിനിറ്റുകൾക്കുള്ളിൽ ആ ജീവൻ രവിയുടെ ശരീരത്തിലേക്ക് തിരിച്ചു കയറിയേനെ. അല്ലെങ്കിൽ ആ ജീവൻ സ്വർഗത്തിലേക്ക് പോകുകയോ ചെയ്തേനെ. ആ മരുന്നുകൾ കഴുകിക്കളഞ്ഞാൽ 30 മിനിറ്റുകൾക്കുള്ളിൽ രവിയുടെ ജീവൻ അവൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചെത്തും. 2 മണിക്കൂറുകൾക്കുള്ളിൽ അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരും. അതുതന്നെയാണ് ഇപ്പോൾ ബാബയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ ഒരു ജീവൻ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ അയാൾ പഴയതുപോലെയാകും. അർജുൻ കാതോർത്തിരുന്നു. അതോടൊപ്പം അവൻ ചില കാര്യങ്ങളും പ്ലാൻ ചെയ്തു. ബാബയെ കൊല്ലണം. അയാൾ ഈ ഷെഡിൽ നിന്നും 100 മീറ്റർ അകലെയായിരിക്കുമ്പോൾ മാത്രമാണ് അതിന് സാധിക്കുകയുള്ളൂ. കാരണം 100 മീറ്ററിൽ കൂടുതൽ അകലെയുള്ള ഒരു ശരീരത്തിലേക്ക് യാത്ര ചെയ്തെത്താൻ ജീവന് കഴിയുകയില്ല. അവൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്ന് മയങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ ബാബ പതിവ് പോലെ അവന് കഴിക്കുവാൻ പഴങ്ങൾ കൊടുത്തു. അവൻ ചിന്തിച്ചു, അയാളുടെ ശേഖരത്തിലെ ഒരു ജീവൻ കൂടി കാലിയായിരിക്കുന്നു. അത് പരിഹരിക്കുവാൻ അയാൾ തൻ്റെ ജീവൻ എടുക്കും, ഉറപ്പാണ്. അവൻ ആ പഴങ്ങൾ പകുതി വൈകുന്നേരത്തേക്ക് കഴിക്കാനായി മാറ്റിവെച്ചു. അടുത്ത ദിവസം ബാബ പുറത്തേക്ക് പോകുന്നതിനായി അവൻ കാത്തിരുന്നു. ബാബ പുറത്തേക്ക് പോയി 200 മീറ്ററും 300 മീറ്ററും കടന്നു എന്നുറപ്പിച്ച ശേഷം അർജുൻ അതിവേഗത്തിൽ താൻ കരുതി വെച്ചിരുന്ന ഒരു വലിയ മരക്കഷ്ണവുമായി ബാബയുടെ നേരെ പാഞ്ഞു ചെന്നു. അയാൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അർജുനെ തടഞ്ഞ അയാൾ തൻ്റെ ബാഗിൽ നിന്നും ഒരു കത്തിയെടുത്ത് അവനെ കുത്തുവാനാഞ്ഞു. അർജുൻ കുതറി മാറി. ബാബ വീണ്ടും അവനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ അർജുൻ ഓടി. ബാബയ്ക്ക് നല്ല കരുത്തുണ്ടായിരുന്നു. അയാൾക്ക് ഒട്ടും പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. ഓട്ടത്തിനിടയിൽ അർജുൻ ഒരു കല്ലിൽ തട്ടി വീണു. അവന് സാരമായി പരിക്കേറ്റു. ബാബ തൻ്റെ ബാഗ് ഒരിടത്ത് വെച്ചിട്ട് അതിൽ നിന്നും രവിയെ കുത്താൻ ഉപയോഗിച്ച ഒരു തരം മരുന്ന് സിറിഞ്ചിലെടുത്ത് അർജുൻ്റെ നേരെ ചെന്നു. അർജുൻ ഭയന്നു പോയി. അവൻ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്ത് ബാബയെ എറിഞ്ഞു. കല്ല് തലയിൽ കൊണ്ട ബാബ അടിതെറ്റി വീണു. തല ശക്തിയായ ഒരു മരത്തിൽ ഇടിച്ചാണ് അയാൾ വീണത്. അയാൾ അർജുനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ കൊല്ലാൻ നിനക്ക് കഴിയില്ല. അയാൾ വീണ്ടും ചിരിച്ചു. അർജുൻ അയാളുടെ ബാഗ് കുറച്ച് ദൂരെ മാറിക്കിടക്കുന്നത് കണ്ടു. അവന് അനങ്ങാൻ നല്ല പ്രയാസമുണ്ടായിരുന്നു. ഇതിനിടയിൽ ബാബയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു വാർന്ന് അയാൾ മരിച്ചു. അർജുൻ ആ ബാഗ് വീണ്ടും നോക്കി. അവൻ്റെ ശരീരം എങ്ങും വേദനയായിരുന്നു. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണം. ആ ബാഗിൽ ജീവൻ നിറച്ച കുപ്പി ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ബാബ അങ്ങനെ പറഞ്ഞത്. അർജുൻ വളരെ കഷ്ടപ്പെട്ട് നിരങ്ങി നീങ്ങാൻ തുടങ്ങി. വഴിയിൽ കിട്ടിയ ഒരു നീളമുള്ള വടി അവൻ കയ്യിലെടുത്തു. ഒരു വിധത്തിൽ അവൻ ആ ബാഗ് എത്തിച്ചെടുത്തു. അതിൽ ജീവൻ തിളയ്ക്കുന്ന കുപ്പി അവൻ കണ്ടു. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. ഇത് ബാബയുടെ അടുത്ത് നിന്നും 100 മീറ്റർ ദൂരെ എത്തിക്കണം. തൻ്റെ പരിക്കേറ്റ കൈകൊണ്ടും കാലുകൊണ്ടും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അവൻ. എങ്കിലും അവൻ ആ ബാഗുമായി നിരങ്ങി നീങ്ങി. ഒരു ചെറിയ അരുവി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ആ കുപ്പി ആ വെള്ളത്തിലേക്കിട്ടു. അത് കുറച്ച് ദൂരെ പോയി ഒരു ചെടിയിൽ തട്ടി നിന്നു.
അവൻ വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പ്രാർത്ഥനയോടെ അവൻ ആകാശത്തേക്ക് നോക്കിയതും എവിടെ നിന്നോ ഒരു മഴ പെട്ടെന്ന് പെയ്യാൻ തുടങ്ങി. അരുവി നിറഞ്ഞ് ആ കുപ്പി വെള്ളത്തിലൂടെ ദൂരേക്ക് ഒഴുകി മറഞ്ഞു. അർജുൻ അവിടെ കിടന്നു 2-3 മണിക്കൂറോളം. ബാബ എഴുന്നേൽക്കുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം അവൻ പതുക്കെ കൂടാരത്തിലേക്ക് നിരങ്ങി നീങ്ങി. തലേദിവസം കഴിക്കാതെ വെച്ചിരുന്ന ഉണക്കപ്പഴങ്ങളും ഇലകളും അവൻ കഴിച്ചു. കാരണം അവൻ അത്രയേറെ തളർന്നിരുന്നു. അവൻ അത് കഴിച്ചതുകൊണ്ട് നന്നായിട്ടുറങ്ങി. അവൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉണർന്നെഴുന്നേറ്റു, പുതിയ പ്രതീക്ഷകളോടെ. ബാബ ഷെഡിൽ ഉണ്ടാകുമോ എന്നൊരു ഭയം അവനുണ്ടായിരുന്നു. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ രവിയുടെ അടുത്തേക്ക് പോയി. അവൻ്റെ ശരീരത്തിലെ പുതപ്പ് മാറ്റുകയും അവൻ്റെ ശരീരത്തിലെ മരുന്നുകൾ കഴുകിക്കളയുകയും ചെയ്തു. രവിയുടെ ജീവനിരിക്കുന്ന കുപ്പി അവൻ്റെ ശരീരത്തോട് അടുത്തായി വച്ചു. കാരണം ഏറ്റവും അടുത്തുള്ള കുപ്പിയിൽ നിന്നുമായിരിക്കും ജീവൻ രക്ഷപ്പെട്ട് ശരീരത്തിലേക്ക് പ്രവേശിക്കുക. ഇതിനുശേഷം ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു ബുക്കിലെഴുതി അർജുൻ രവിയുടെ സമീപത്തായി വെച്ചു. എന്നിട്ട് അവൻ കൂടാരത്തിലേക്ക് പോയിരുന്നു, രവിയുടെ വരവും കാത്ത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദ ലാബ് ബിനീത്ത് എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഈ കഥ ഇനിയും ഒരുപാട് പേരിലേക്ക് എത്താൻ നിങ്ങളുടെ കമൻറ്റുകൾ സഹായിക്കും. പിന്നെ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയും ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബും ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.